ഹലോ ഫ്രണ്ട്സ്, ബോഡി ബിൽഡിങ് ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഫാക്ടറിയുടെ കണ്ടുപിടുത്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ പേരിൽ ചെയ്യുന്ന ഡയറ്റിൻ്റെ മണ്ടത്തരത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്നുള്ള ഫിറ്റ്നസ് ട്രെയിനർമാരോ ഇൻഫ്ലുവൻസേഴ്സോ അവർക്കൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് മെമ്മറി ഉണ്ട്. കാണാതെ പഠിച്ചത് ഒരു പേപ്പർ കൊടുത്ത് അതുപോലെ എഴുതി 1 റാങ്ക് A+ അവർ വാങ്ങിച്ചു തരും. കാരണം അവർക്ക് ഓർമ്മശക്തിയുണ്ട്. ഇപ്പോൾ ഫിറ്റ്നസ് നോളജ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, അതായത് ഫാക്ടറി കണ്ടുപിടിച്ച ശേഷമാണ് ഇന്നുള്ള മോഡേൺ ഫിറ്റ്നസ് നോളജ് വന്നത്. ആ ഫാക്ടറി അടിസ്ഥാനപ്പെടുത്തി അൺനാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഫുഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് മൊത്തത്തിൽ പരിണാമപരമായിട്ട് എവല്യൂഷണറി ബയോളജി അനുസരിച്ച് നമ്മുടെ ശരീരം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിന് നേരെ വിപരീതമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കോഴ്സ് കാണാതെ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നടക്കുന്നവരാണ് ബാക്കിയുള്ളവർ. അവർക്ക് അറിയത്തില്ല. നമ്മൾ ഇത് ഞാൻ സ്വയം ചിന്തിച്ച് സായിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്വയം ചിന്തിച്ച് കണ്ടുപിടിച്ച് ഇതൊക്കെ വിഡിത്തോണെന്ന് ഞാൻ സ്വയം ചിന്തിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആർക്കും ഇത് പറയാനൊന്നും പറ്റത്തില്ല. കാരണം അവർ കാണാതെ പഠിച്ച മെമ്മറി മാത്രമേ ഉള്ളൂ. അതുപോലും അൺനാച്ചുറൽ ആണെന്ന് ഇവർക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് സൂക്ഷിച്ച് മനസ്സിലാക്കണം ഈ പറയാൻ പോകുന്ന കാര്യം. അതായത് നമ്മുടെ കോശങ്ങളിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. ആ റിമോട്ട് കൺട്രോളിൻ്റെ പേര് MTOR എന്നാണ്. അതായത് മെക്കാനിസ്റ്റിക് ടാർഗറ്റ് ഓഫ് റാപ്പാമൈസിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ കോശങ്ങൾ റിപ്പയറിങ്ങിലോട്ട് പോകണോ അതേ ഗ്രോത്തിലോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളാണ് ഈ MTOR, അതായത് മെക്കാനിസ്റ്റിക് ടാർഗറ്റ് ഓഫ് റാപ്പാമൈസിൻ. അപ്പോൾ അതായത് നമ്മുടെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, എസ്പെഷ്യലി നോൺ വെജ്, അതുപോലെ പാലിലൊക്കെ ല്യൂസിൻ എന്നുള്ള അമിനോ ആസിഡ് കൂടുതലുണ്ട്. നോൺ വെജിലെല്ലാം കൂടുതലുണ്ട്. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഈ MTOR റിമോട്ട് കൺട്രോളിൽ ശരീരം ഗ്രോത്തിലോട്ട് പോകാനുള്ള സിഗ്നലാണ് കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരേ സമയം എഫിഷ്യൻ്റ് ആയിട്ട് ഗ്രോത്തിനെയും റിപ്പയറിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണം ഒരു ദിവസം, ഇന്നത്തെ മോഡേൺ ബോഡി ബിൽഡിംഗ് 5 മീലാണ് പറയുന്നത്. ഈ 5 മീലിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്, അതും വേ പ്രോട്ടീനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ MTOR കത്തി നിൽക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, 11 മണിക്ക് പിന്നെ ഇടയ്ക്ക് വെച്ച് സ്നാക്ക് എന്ന് പറഞ്ഞ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ലഞ്ചിന് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, അതുപോലെ ഈവനിങ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, നൈറ്റ് ഡിന്നറിന് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി വിരുദ്ധമായിട്ട് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഇങ്ങനെ കൊടുക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഇത് അറിയത്തില്ല, പരിണാമത്തിന് അറിയത്തില്ല. അപ്പോൾ ശരീരം നോക്കുമ്പോൾ MTOR എപ്പോഴും ഓൺ ആയിട്ട് ഇരിക്കും. അപ്പോൾ റിപ്പയറിങ്ങിനെ അടിച്ചമർത്തും, പകരം ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ തിന്ന് കുടിച്ച് തടിച്ച് പൊക്കോണ്ട് അടിക്കുന്ന കൂടി വരും. പക്ഷേ മറു സൈഡിൽ വലിയ വില കൊടുക്കേണ്ടി വരും. റിപ്പയറിങ്ങിനാണ് അടിച്ചമർത്തുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇത് നമുക്ക് പെട്ടെന്ന് ഈ ആൻറ്റി ഏജിങ്ങിനൊക്കെ ഇത് വിപരീതമാണ്. പെട്ടെന്ന് പ്രായപൂർത്തിയാവും. അതുപോലെ തന്നെ നമുക്ക് അനേക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. നമ്മുടെ ശരീരം പരിണമിക്കാൻ വേണ്ടി, നമ്മുടെ ശരീരം ജീവിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ DNA കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വിപരീതമാണ് ഈ ഫാക്ടറി കണ്ടുപിടിച്ച ശേഷം വന്ന ഈ ഒരു മോഡേൺ ഈ ബോഡി ബിൽഡിംഗ് സ്പോർട്സ് ആയാലും ശരി, ഈ ഡയറ്റ് ആയാലും ശരി, ഇതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി വെജും മൈനോറിറ്റി നോൺ വെജും കഴിക്കാൻ കാരണം ഇതാണ്. നോൺ വെജ് കഴിക്കുമ്പോൾ ഞാൻ ഒരു നേരെ കഴിക്കുകയുള്ളൂ. കാരണം MTOR ഇത് ട്രിഗർ ചെയ്യും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 2 മീൽ കഴിക്കുമ്പോൾ എൻ്റെ പ്രോട്ടീൻ സോഴ്സ് വെജിറ്റേറിയൻ തന്നെ ആയിരിക്കണം. അതിലാകുമ്പോൾ ഈ ലൂസിനായാലും മെഥിയോണിനായാലും അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പവർഫുൾ അമിനോ ആസിഡ്സിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് അമിനോ ആസിഡ് കാണത്തില്ല. അപ്പോൾ MTOR ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ട്രിഗർ ആകുമ്പോൾ ട്രിഗർ ആയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ ശരീരത്തിന് റിപ്പയറിംഗ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഈ നോളജ് വേറെ ആർക്കും അറിയത്തില്ല. ഇത് സ്വയം ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരുതരം ഷീപ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കാണാതെ പഠിച്ചത് 1 റാങ്ക് A+ വാങ്ങിച്ച് പേപ്പർ എഴുതിയിട്ട് അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണു അടച്ച് ഫോളോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരാളല്ല. അതുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.